നമസ്കാരം. മാസങ്ങൾക്ക് ശേഷം മറയൂരിൽ ഇന്ത്യൻ ഗ്യാസ് ഏജൻസിയുടെ വിതരണ വാഹനം എത്തി. സിലിണ്ടറിനായി നാട്ടുകാരെ നെട്ടോട്ടമോടിച്ച് ജീവനക്കാർ. പരക്കെ രോക്ഷം. സിലിണ്ടർ ലഭിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് വീട്ടമ്മമാർ. വാഹനം എത്തുന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സിലിണ്ടറുകൾ ബുക്ക് ചെയ്തിരുന്ന ഉപഭോക്താക്കൾ രാവിലെ തന്നെ മറയൂർ ബാബുനഗർ പ്രദേശത്ത് എത്തിയിരുന്നു. ആദ്യം പെട്രോൾ പമ്പിന് സമീപത്തെ വർക്ക്ഷോപ്പിന് സമീപമാണ് വിതരണ വാഹനം നിർത്തിയത്. സിലിണ്ടർ വാങ്ങാനെത്തിയവരുടെ തിക്കും തിരക്കും മൂലം ഇതുവഴിയുള്ള ഗതാഗതം മുടങ്ങുമെന്നായപ്പോൾ ഏജൻസി ജീവനക്കാർ വാഹനം ഉടമൽപ്പെട്ട റോഡിലെ സ്വിഫ്റ്റ് ലൈൻ സമീപത്തേക്ക് മാറ്റി. ഇതേ തുടർന്ന് സിലിണ്ടറിനായി കാത്തുനിന്നിരുന്ന വയോധികരും രോഗികളും ഉൾപ്പെടെയുള്ളവർ പൊരിവെയിലിൽ ഈ ഭാഗത്തേക്ക് ഓടിയെത്തുകയായിരുന്നു. ദൃശ്യങ്ങൾ കാണാം. இது மறையூரில் இந்தியன் கேஸ் வரும்போது ஜனங்களை ஓட வைக்கிற பரிபாடிகள் நடந்துக்கிட்டு இருக்குது. எல்லா ஜனங்களும் நீங்கள் பாருங்கள், வயசானவங்களிருந்து பெரிய ஆளுகளிலிருந்து பெரியவர்கள் வரைக்கும் எல்லாம் ஓடி வர்றாங்க. கேஸ் கிடைக்காம உள்ள அவஸ்தை தான் மறையூர் பஞ்சாயத்தில். கண்டிப்பாக எடுக்கிறோம். இது ஜனங்களை எவ்வளவுக்கு கேவலப்படுத்தி திருத்தருவா அலைய விடணுமோ அவ்வளோ காரியங்கள் நடந்துட்டு இருக்குது. ஒரு ஆள் ரெண்டு ஆள் அங்கே போட்டிருந்த இடத்துல வந்து நிறைய ப்ளாக் ஆகுதுன்னு சொல்லவும் ஜனங்கள் எல்லாத்தையும் ஓட விடுறாங்க. வேற வாட்டு இவ்வளோ பேரும் கேஸ்க்கு ஓடி வந்துட்டு இருக்கிற ஜனங்கள், வயசானவங்க. கிராம பஞ்சாயத்தில் தானே கேஸ் கொடுக்குறாங்க. கிராம பஞ்சாயத்தில் தானே கேஸ் கொடுக்குறாங்க. ஒரு குட்டி கேஸ் எடுக்கிறதுக்கு என்ன ஒரு கஷ்டப்பாடு. ஓடுங்க ஓடுங்க எல்லாம் ஓடுங்க. வண்டிக்கு பின்னாடி வரேன். ഓട്ടോ എന്നറിയാമോ? തലകറക്കം വേണോ? എന്താ മെമ്പർ ഇങ്ങനെ എടുത്തോണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? கஷ்டம் எங்களுக்கு இப்படியா கல்லு சாப்பிடாம ஓடுறது. ഇവിടെയും തിക്കും തിരക്കും തുടർന്നതോടെ മറയൂർ പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു. കാത്തുനിന്നവരിൽ ഭൂരിപക്ഷം പേർക്കും സിലിണ്ടർ ലഭിച്ചില്ല. ഇനിയും സിലിണ്ടർ ലഭിച്ചില്ലെങ്കിൽ റോഡ് ഉപരോധമടക്കമുള്ള സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് വീട്ടമ്മമാർ പറഞ്ഞു. അവിടുന്ന് ഇത്ര ദൂരം ഓടി വന്നില്ലേ ആ ചേച്ചി കരയണം നോക്ക്. ഓടി വന്ന് ആ ചേച്ചി വയ്യാണ്ടായി. அதாவது மறையூர் பஞ்சாயத்தில் கேஸ் குட்டி வராமல் பல நாள் மக்களுக்கு வந்து கிடைக்கல. மேலாடியில் வந்து நிப்பாட்டிட்டு மறுபடியும் அங்கேருந்து 100 வீட்டில் நிப்பாட்டிட்டு இப்போ சிப் லைனுங்கிற இடத்துல வந்து கேஸ் வண்டி நிற்கிது. ஆனால் இங்கே வந்து ஹார்ட் பேஷண்ட்லேருந்து முடியாதவங்க வரைக்கும் இங்கே ஒருத்தவங்க அழுதுட்டுருக்குறாங்க கேஸ் கிடைக்காம. அதாவது ஹார்ட் பேஷண்ட் வரைக்கும் இங்கே உள்ள ஜனங்கள் வந்து ஓட விடுறாங்க. இதுக்கு ஒரு நல்ல தீர்மானம் எடுக்கணும். இது பொதுமக்களோட கருத்து. ஒரு ஆள் கீழே விழுந்திருக்கிறாங்க. ചേച്ചി എന്തിനാ കരയണേ? ആസ്പത്രി വേറെ ആരുമില്ല വീട്ടില് പറഞ്ഞു വിടാൻ.
കൊച്ചു കൊണ്ടുവരുന്നുണ്ട്. കൊച്ചുണ്ടോ? പിന്നെ എന്തിനാ ചേച്ചി വീട്ടിലിരിക്കാൻ പാടില്ല? ആ കൊച്ചിനെ കൂടെ എന്ത് ചെയ്യാൻ പറ്റും? സിലിണ്ടറുകൾ എന്ന് വിതരണം ചെയ്യുമെന്നും വാഹനം എപ്പോൾ എവിടെ എത്തുമെന്നും മറ്റുമുള്ള വിവരങ്ങൾ മുൻകൂട്ടി അറിയിച്ചാൽ അത് ഉപഭോക്താക്കൾക്ക് സൗകര്യമാകുമെന്നും ഇക്കാര്യത്തിൽ ഏജൻസി ജീവനക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും മറയൂർ പഞ്ചായത്ത് 9ാം വാർഡ് അംഗം രാജേന്ദ്രൻ ആർ ആവശ്യപ്പെട്ടു. പാചകവാതക ക്ഷാമത്തെക്കുറിച്ചും ഇതുമൂലമുള്ള വിലവർദ്ധനവിനെ കുറിച്ചും മറയൂർ വിഷൻ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് മറയൂർ വിഷൻ.